അങ്ങനെ ജൂലൈ ലാസ്റ്റ് ഞങ്ങൾ പിന്നെ വീണ്ടും കോയമ്പത്തൂർ നാഗസായി ക്ഷേത്രത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് സായിബാബയുടെ ശില വാങ്ങിയിട്ട് വന്ന ശേഷം ഞങ്ങൾ വയ്ക്കുകയായിരുന്നു. അതിനുശേഷം സായിബാബയുടെ അഷ്ടോത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2011 ആഗസ്റ്റ് 1 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 ഭഗവാൻ ഈ ദർശനം ഞങ്ങൾക്ക് തന്നത്. ഭഗവാൻ നാഗസായി വന്നിട്ട് ഞങ്ങൾക്ക് നാഗരൂപത്തിൽ ദർശനം തന്നത്. അതായത് ഇത് ഇങ്ങനെയുള്ള രൂപമാണെന്ന് പറയാനാണ് ഇപ്പം ഞാനിത് കാട്ടുന്നത്. അതായത് ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ജൂലൈ ലാസ്റ്റോടുകൂടി ഞങ്ങൾക്ക് അവിടെ പോവുകയും നാഗസായി ടെമ്പിളിലേക്ക് പോകുകയും അവിടെ നിന്ന് ഒരു ശില വാങ്ങിയിട്ട് വരികയും അത് ഞങ്ങൾ മുൻവശത്തായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൂജാ റൂമിൽ സായിബാബയുടെ ഫോട്ടോയോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സായിബാബയെ വയ്ക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ചിട്ടിയോടുകൂടി വേണമല്ലോ ചെയ്യാൻ. അതിനായിട്ട് മഞ്ഞപ്പട്ടൊക്കെ വിരിച്ച് നമ്മൾ വയ്ക്കാമെന്ന് പറഞ്ഞ് ഒരു വ്യാഴാഴ്ച ദിവസം വയ്ക്കാം എന്ന് പറഞ്ഞ ശേഷം ഞാൻ ഭർത്താവിനെ പുറത്ത് പറഞ്ഞയക്കുകയായിരുന്നു കടയ്ക്ക്. ഇപ്പോൾ മഞ്ഞപ്പട്ട്, മാല, ബാബയ്ക്ക് വേണ്ട പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനായിട്ട് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അതായത് ആഗസ്റ്റ് 1 തിങ്കളാഴ്ച 2011. അപ്പോൾ പറഞ്ഞയക്കുകയായിരുന്നു. അവർ ശരി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, നമുക്ക് വ്യാഴാഴ്ച വയ്ക്കാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ശരി എന്നിട്ട് ഞാനിപ്പോൾ അഷ്ടോത്രമൊക്കെ അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അഷ്ടോത്രം തിരിച്ച് വായിക്കുകയായിരുന്നു. നമ്മൾ അത് വായിച്ച് പഴകണം, നമ്മൾ ബുക്കില്ലാതെ നമ്മൾ തനിയെ പഠിക്കണം എന്നുള്ള അങ്ങനെ ഒരു ആശയിൽ ഞാൻ തിരിച്ച് വായിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് നായി കുരയ്ക്കുന്ന ശബ്ദം, പട്ടി ഉരച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ പോയി നോക്കുമ്പോഴാണ് ഭഗവാൻ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിലായിട്ട് വന്നു. അപ്പോൾ പത്തി വിടർത്തിയ വലിയ നാഗമായിട്ട് ഇപ്പോൾ കണ്ടില്ലേ, അതേ രൂപമുള്ള നാഗമായിട്ട് വന്ന് പത്തി വിടർത്തി നിൽക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ആരുടെ അടുത്തും പറയാനും ഒരു ഇതായിരുന്നു, ആരോടും ഒന്നും പറഞ്ഞില്ല, ആരോയും വിളിച്ചൊന്നുമില്ല. അത് കുറേ നേരം നിന്ന ശേഷം അത് തിരിച്ച് പോകുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരും ഞങ്ങളുടെ വീട്ടിലും വന്നിരുന്നു, അതൊക്കെ സാധാരണ വരുന്നതാണ് എന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നും ആരോടും പറയാറില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞത് ഞങ്ങൾക്കറിയാമായിരുന്നു അത് സായിബാബ തന്നെയാണ് എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ ചെയ്യേണ്ട പൂജകളും എല്ലാം ഞങ്ങൾ പിന്നെ എല്ലാം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ബാബയാണ് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വന്നു. അതിനുശേഷം പിന്നെ ആരോടൊന്നും പറയാൻ നിന്നില്ല. പിന്നെ തിരുവല്ലാമലയിൽ ഞങ്ങൾ പോയി അവിടെ പറയുകയായിരുന്നു, ബാബ അങ്ങനെയൊക്കെ ഏത് രൂപത്തിലും ദർശനം തരുന്നതായിരിക്കും, അതൊന്നും പേടിയില്ലാതെ നിങ്ങൾ ഇരുന്നോളൂ, അത് ഭഗവാൻ തന്നെയാണെന്ന് അവരും പറയുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സായിബാബ അവിടെ വന്ന് ഇരിപ്പുറപ്പിച്ചു എന്ന ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അന്ന് തൊട്ട് ആ ശില ചെറിയ ശിലയായിരുന്നു, ആ ശിലയെ വെച്ച് ഞങ്ങൾ എല്ലാ പൂജകളും എല്ലാം വ്യാഴാഴ്ച തോറും അവർക്ക് ചെറിയ ശില 8 ഇഞ്ച് ശിലയാണ് എങ്കിലും അതിൽ ഞങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ ആഗസ്റ്റ് 1 വരുമ്പോൾ ഞങ്ങൾ അന്നദാനം ചെയ്യുമായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ആരോടും എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അന്നദാനം ചെയ്യുകയായിരുന്നു. അതായത് ഈ ആഗസ്റ്റ് 1 നാഗരൂപം സായി ദർശനം തന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ആൾക്കാർ വിശ്വസിക്കില്ല. അവർ വിശ്വസിച്ചില്ലെങ്കിലും അവർ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കത് വിഷമമായി തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറയാതെയായിരുന്നു അങ്ങനെ അന്നദാനം കഴിച്ചു കൊണ്ടിരുന്നത്. എല്ലാ വർഷവും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ തിരുവല്ലാമലയിലും എല്ലാമായിട്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ അവിടെയും അന്നദാനത്തിന് ചെയ്യുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾക്കും ഭാവിയായും
മുന്നോട്ട് പോയിക്കൊണ്ട് ഇരുന്നത്. പിന്നെ സായിബാബ എൻ്റെ വീട് പോലെയായി. തിരുവല്ലാമലയ്ക്ക് പോകുന്നത് എൻ്റെ വീട്, എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ഇരുന്ന് വരുന്ന പോലെയായി. പിന്നെ അതിന് ശേഷം അങ്ങനെ കുറേയൊക്കെ കഴിയുകയായിരുന്നു. കാലങ്ങളൊക്കെ പോയി. പിന്നെ ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞു. എൻ്റെ വലിയ മകൾക്ക് കല്യാണം കഴിഞ്ഞു. പിന്നെ ആ പ്രസവത്തിന് വിളിച്ചിട്ട് വരുമ്പോൾ എനിക്ക് 2 മക്കളുടെ കാര്യത്തിനും ആ ടൈമിൽ ഭഗവാൻ ഒരുപാട് എന്നെ എന്താ പറയുക, ശിക്ഷിച്ചതല്ല, എന്നെ ദൃഢപ്പെടുത്തിയതാണ്. ഓരോരോ കഷ്ടങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ വരുത്തിക്കൊണ്ട് എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ വലിയ മോൾക്ക് കല്യാണം കഴിഞ്ഞു. അതിനുശേഷം അവരെയും പ്രസവത്തിന് വിളിച്ചിട്ട് വരാനായിട്ട് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു 15 ദിവസം ഉള്ളപ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. എനിക്ക് എണീക്കാനൊന്നും പറ്റാതെ, നടക്കാൻ പറ്റാതെ പാലക്കാട് മലബാർ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു. 15 ദിവസത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ മോളെ വിളിച്ചിട്ട് വരാനായിട്ട്. നെട്ടലിനൊക്കെ ക്രാച്ച് ഉണ്ട് എന്നൊക്കെ ആയി. എനിക്കൊരു സൈഡ് ഫുള്ളും വരാതെയായി, നടക്കാൻ പറ്റാതെയായി. അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെയും ഞാൻ അപ്പോഴും പാപിയെ ചീത്ത പറയണു. ബാക്കിയൊക്കെ